Hi everyone and welcome to my channel. My name is Vinayak PG and this is PG Creation. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സി പ്രോഗ്രാമാണ്. ഇപ്പോൾ സി പ്രോഗ്രാമിന്റെ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് നമ്പർ സിസ്റ്റം എന്താണെന്ന് പഠിക്കാം. നമ്പർ സിസ്റ്റം മാത്തമാറ്റിക്കലി മെയിൻലി 4 നമ്പർ സിസ്റ്റം ഉണ്ട്: ഡെസിമല്, ബൈനറി, ഒക്ടല്, ഹെക്സാഡെസിമല്. ഈ നമ്പർ സിസ്റ്റം എന്തെങ്കിലും പഠിക്കുന്നത് വെച്ചാൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുക, എന്തെങ്കിലും ലെറ്ററോ വേർഡോ ഡിജിറ്റ്സോ, ഇപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൽ നമ്മൾ മൈനസ് വാല്യൂ, നെഗറ്റീവ് വാല്യൂ, പോസിറ്റീവ് വാല്യൂ അങ്ങനെ എന്ത് ടൈപ്പ് ചെയ്താലും അത് നമ്മൾ മെഷീൻസ് മനസ്സിലാവുന്ന ലാംഗ്വേജ്, അതായത് ബൈനറി നമ്പേഴ്സ് ആയിട്ടാണ് മെഷീൻസ് അത് ട്രാൻസ്ലേറ്റ് ചെയ്യുക. അതായത് വെൻ വി ടൈപ്പ് എനി ലെറ്റർ ഓർ വേർഡ്, the computer translates them into numbers since machines can only understand the binary numbers. അപ്പോൾ മെഷീൻസ് ബൈനറി നമ്പർ ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ 4 തരത്തിലുള്ള നമ്പർ സിസ്റ്റം ഉണ്ട്. ഡെസിമൽ എന്ന് പറഞ്ഞാൽ ബേസ് 10 ആണ്. 0 to 9 വരെയുള്ള ഡിജിറ്റ് യൂസ് ചെയ്യും. ബൈനറി പറഞ്ഞാൽ ബേസ് 2 ആണ്. അതിൽ ആകെ 0 1 മാത്രമേ യൂസ് ചെയ്യൂ. 0 1 മാത്രമായിട്ടുള്ളതാണ് ബൈനറി, കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ലാംഗ്വേജ്. എൻ്റെ ഒരു എക്സാമ്പിൾ ആണത്. ഒക്ടൽ പറഞ്ഞാൽ ബേസ് 8 ആണ്. ഡിജിറ്റ് യൂസ് ചെയ്യുക 0 to 7 വരെയുള്ള ഡിജിറ്റ് യൂസ് ചെയ്യും. ഹെക്സാഡെസിമൽ പറഞ്ഞാൽ 16, ബേസ് 16 ആണ്. ഡിജിറ്റ് യൂസ് ചെയ്യുക 0 to 9 പിന്നെ A to F വരെയുള്ള യൂസ് ചെയ്യും. നമുക്ക് ഡെസിമൽ വാല്യൂ എന്താന്ന് നോക്കി നോക്കാം. ആദ്യത്തെ ഡെസിമൽ എന്താന്ന് നോക്കി നോക്കാം. ഇതിന്റെ ബേസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞത് 10. ബേസ് 10 എന്താണെന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ നമുക്കൊരു സംഖ്യ ആദ്യം എഴുതി വെക്കാം. 123. ഇതിന് പ്ലേസ് വാല്യൂസ് ഉണ്ട്. പ്ലേസ് വാല്യൂ പറഞ്ഞാൽ ഇത് ഒറ്റ സ്ഥാനം, ഇത് 10ന്റെ പ്ലേസ്, ഇത് 100ന്റെ പ്ലേസ്. നമ്മൾ ഒരക്കം കൂടിയിട്ടാണെങ്കിൽ 1000ന്റെ പ്ലേസ്. അപ്പൊ ബേസ് വാല്യൂക്ക് അനുസരിച്ച് പ്ലേസ് വാല്യൂ മനസ്സിലായില്ലേ? പ്ലേസ് വാല്യൂ ഒക്കെ അനുസരിച്ച് നമ്മൾ ഇതിനെ പിരിച്ചെഴുതില്ലേ പണ്ട് പഠിച്ചുള്ളത്. അതായത് 120 എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇവിടെ 0, ഇവിടെ 1, ഇവിടെ 2. അതായത് 10ന്റെ പവർ കൂടിപ്പോവാ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ആയിരിക്കും. അതായത് 3 into 10 to the power 0 plus 2 into 10 to the power 1 plus 1 into 10 to the power 2. അപ്പൊ ഇത് മൊത്തത്തിൽ ആഡ് ചെയ്ത് എന്താ വരിക? 3 into 10 to the power 0 എന്ന് പറഞ്ഞാൽ 3a plus 2 into 10 to the power 1 എന്ന് പറഞ്ഞാൽ 20 plus 1 into 10 to the power 2. 10 to the power 2 പറഞ്ഞാൽ 100. 100 into 1 100. 100ഉം 20ഉം 3ഉം കൂടി ആഡ് ചെയ്താൽ 123. ഇതാണ് ബേസ് വാല്യൂന്റെ അർത്ഥം. ഇപ്പൊ ഞാനൊരു ബൈനറി നമ്പർ എഴുതാന്ന് വിചാരിക്കുക. ഞാൻ ഇപ്പൊ ഒരു ബൈനറി നമ്പർ 10, അതായത് ഇതാണ് നമ്മുടെ ഒരു ബൈനറി നമ്പർ. ഇതിനെ ഞാൻ ഡെസിമൽ ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഇവിടെയും ഇതിന്റെ ബേസ് എത്രയാണ്? ബേസ് പറഞ്ഞാൽ 2 ആണ്. അപ്പൊ ഇതിന്റെ പവർ എങ്ങനെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് പോവുക. 0 1 2 3. അപ്പൊ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യുക? 0, ഈ 0 ആദ്യം എടുത്തു. 0 into 2 to the power 0, അതായത് ബേസ് 2 ആണ് എടുക്കുന്നത്. പ്ലസ് അടുത്തത് ഈ 1 എടുത്തു. ആ 1 എടുത്തു, ബേസ് 2 ആണ്. 2 to the power 1 പ്ലസ് അടുത്തത് ഈ ഒരു 0 എടുത്തു into 2 to the power 2, ആ പ്ലേസ് വാല്യൂ. പ്ലസ് അടുത്തത് ഈ ഒരു 1 എടുത്തു, അതായത് ഈ 1 into 2 to the power എത്ര? 3a. ഇനി 0 ഉള്ളതുകൊണ്ട് നമുക്ക് അതിനെ ഏത് സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും 0 കിട്ടും. അപ്പൊ ഇവിടെ 0 കിട്ടും. അടുത്തത് 2 ആണ് വരിക. പിന്നത്തെ വാല്യൂ 0 വരും. പിന്നത്തെ വാല്യൂ എത്ര വരിക? 8. അപ്പൊ ഇതിന്റെ വാല്യൂ എത്ര? 10. ഇതാണ് ഇതിന്റെ ഡെസിമൽ വാല്യൂ. ഡെസിമൽ വാല്യൂ പറഞ്ഞാൽ 10 ആണ് വരിക. അതിന്റെ ബൈനറി റെപ്രസെന്റേഷൻ, അതായത് 10ന്റെ ബൈനറി റെപ്രസെന്റേഷൻ ആണ് ഇത്. അപ്പൊ അതാണ് ബേസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പോ ഡെസിമൽ വാല്യൂ ഒരു 30 വരെ എഴുതണമെങ്കിൽ സുഖമാണ്. നമുക്ക് പ്രത്യേകിച്ച് പഠിക്കാനൊന്നുമില്ല. 1 2 3 4 നമുക്ക് എല്ലാവർക്കും നമുക്ക് ബൈനറി വാല്യൂ എന്താണെന്ന് നോക്കി നോക്കാം. ബൈനറിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് 0 1 മാത്രമല്ല, അതിന്റെ ബേസ് പറഞ്ഞാൽ 2 ആണ്. ഞാൻ ഒരു എക്സാമ്പിൾ 10 11 കൊടുത്തു വിചാരിക്കുക. അപ്പൊ ഇതാണ് ബൈനറി വാല്യൂ. അതിന് നമുക്ക് ഡെസിമൽ വാല്യൂ ആക്കണമെങ്കിൽ നേരത്തെ പറഞ്ഞ മെത്തേഡ്, ബേസ് 2 ആണ്. അപ്പൊ അതിന്റെ പവർ ഇവിടുന്ന് ലെഫ്റ്റിൽ നിന്ന് റൈറ്റ് ചെയ്യാണ് പോവുക. 0 1 2 3. അപ്പൊ ആദ്യക്കുള്ള ഈ 1 നമ്മൾ എടുത്തു. 1 into 2 to the power, ആ സ്ഥാനത്തുള്ള വാല്യൂ 0 ആണ്. പ്ലസ് അടുത്ത 1 എടുത്തു, ഇവിടുത്തെ 1, ഈ 1 എടുത്തു. അതായത് 1 into 2 to the power, അവിടുത്തെ പവറിന്റെ വരെ എത്രയാണ്? 1 ആണ്. 1 എടുത്തു. പ്ലസ് അടുത്ത 0 ആണ്. 0 into 2 to the power 2 plus
അടുത്ത എത്ര വീണ്ടും ലാസ്റ്റത്തെ 1 ആ 1 എടുത്തു അവിടുത്തെ 2 to the power എത്ര വരിക 3 ആണ് വരിക 1 into 2 to the power 3 അപ്പൊ എത്ര വരിക 1 into 2 to the power 0 1 plus 1 into 2 to the power 1 2 പിന്നത്തെ വരെ 0 വരും പിന്നത്തെ വരെ എത്ര വരിക 1 into 2 to the power 3 8 വരും അപ്പൊ ടോട്ടൽ എത്ര വരിക 11 അപ്പൊ 11 ആണ് അതിന്റെ ഡെസിമൽ വാല്യൂ ഞാനിവിടെ ഡെസിമൽ വാല്യൂവിന്റെ കറസ്പോണ്ട് ബൈനറി കൊടുത്തിട്ടുണ്ട് 0യുടെ ബൈനറി ഇങ്ങനെയാണ് വരിക 1ന്റെ ബൈനറി 2ന്റെ ബൈനറി 3ന്റെ ബൈനറി 10 വരെയുള്ള ബൈനറി നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ബൈനറി വാല്യൂ വരിക നമ്മൾ എങ്ങനെ എഴുതേണ്ട ഇതൊക്കെ നമ്മൾ പിന്നെ പഠിക്കും എങ്ങനെ കൺവേർഷൻ ചെയ്യേണ്ടതൊക്കെ അടുത്ത് നമ്മൾ ഒക്ടൽ വാല്യൂസ് ആണ് പഠിക്കാനുള്ളത് ഒക്ടൽ പറഞ്ഞാൽ അതില് 0 to 7 വരെയുള്ളതാണ് നമ്മൾ യൂസ് ചെയ്യുക അതിന്റെ ബേസ് പറഞ്ഞ എത്രയാണ് ബേസ് പറഞ്ഞാൽ 8 അപ്പൊ അതില് 0 എഴുതി 1 2 3 4 5 6 7 കഴിഞ്ഞ അടുത്ത ഡിജിറ്റ് എങ്ങനെ എഴുതുക 10 ആണ് എഴുതുക അടുത്ത ഡിജിറ്റ് 1 11 12 30 40 50 60 70 അടുത്ത ഡിജിറ്റ് എങ്ങനെ എഴുതുക 20 അതായത് 0 to 7 വരെയുള്ള ഡിജിറ്റ് അല്ലു അങ്ങനെയാണ് നമ്മൾ അതിനെ കറസ്പോണ്ട് ചെയ്യുക പിന്നെ അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് പോകും ഞാനിവിടെ ഒരു ഒക്ടൽ വാല്യൂ എഴുതാണ് 324 അതിന്റെ ബേസ് 8 അതിനെ നമുക്ക് ഡെസിമൽ ആയിട്ട് കൺവേർട്ട് ചെയ്യണം ഡെസിമൽ വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കണം നേരത്തെ ചെയ്ത പോലെ തന്നെ 324 അല്ലേ 324 അതിന്റെ ബേസ് എത്രയാണ് ബേസ് 8 ആണ് അപ്പൊ അതിന് പവർ കൊടുക്കേണ്ട വാല്യൂ ലെഫ്റ്റ് നിന്ന് റൈറ്റ് സൈഡിലേക്കാണ് കൂടി വരിക 0 1 2 അപ്പൊ നമ്മള് 4 into ബേസ് വാല്യൂ എത്ര 8 2 8 പവർ 0 അടുത്ത വാല്യൂ നമ്മൾ എടുത്തു 4 കഴിഞ്ഞു അടുത്ത വാല്യൂ 2 കൊടുത്തു പ്ലസ് 2 into ബേസ് വാല്യൂ 8 അതിന്റെ പവർ എത്ര കൊടുക്കേണ്ടത് 1 പ്ലസ് അടുത്ത വാല്യൂ എടുത്തു ലാസ്റ്റ് വാല്യൂ 3 എടുത്തു 3 into ബേസ് വാല്യൂ 8 അതിന്റെ പവർ എത്ര കൊടുക്കേണ്ടത് ആ പ്ലേസിന്റെ 2 ആണ് 2 ഓക്കെ 4 into 8 to the power 0 അത് എത്ര 4 തന്നെ വരും പ്ലസ് 2 into 8 16 അടുത്ത എന്താ 3 into എത്രയാണ് 8 to the power 8 square 64 അപ്പൊ എത്ര 4 16 കൂടി കൂട്ടിയാൽ 20 കിട്ടും അടുത്ത എത്ര കിട്ടുക 192 ആയിരിക്കും കിട്ടുക 60 60 60 180 പിന്നെ 3 4 12 180 12 192 അപ്പൊ 192 ആണ് കിട്ടുക ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കിട്ടിയ 212 ആണ് കിട്ടുക അപ്പൊ 212 ആണ് ഡെസിമൽ വാല്യൂ അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹെക്സാഡെസിമൽ ആണ് ഹെക്സാഡെസിമൽ അതിൽ ഏതൊക്കെയാണ് യൂസ് ചെയ്യുന്നത് 0 to 9 വരെ യൂസ് ചെയ്യും പിന്നെ A to F അതായത് നമ്മൾ എഴുതി വെക്കുകയാണെങ്കിൽ 0 1 2 3 4 5 6 7 8 9 കഴിഞ്ഞ 10 പകരം A ആണ് യൂസ് ചെയ്യുക പിന്നെ B C D E F കഴിഞ്ഞാൽ അടുത്ത യൂസ് ചെയ്യുക 10 11 12 30 40 50 60 70 18 19 അത് കഴിഞ്ഞാൽ 1A 1B 1C 1D 1E 1F അപ്പൊ അങ്ങനെ അത് കണ്ടിന്യൂ ആയിട്ട് പോകും നമുക്കിനി ഹെക്സാഡെസിമൽ വാല്യൂ നമുക്കൊന്ന് എഴുതി വെക്കാം 1D8 ഇതാണ് ഹെക്സാഡെസിമൽ വാല്യൂ ഇതിനെ നമുക്ക് ഡെസിമൽ വാല്യൂലേക്ക് കൺവേർട്ട് ചെയ്യണം അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1D8 അതിന്റെ ബേസ് എന്താ ബേസ് എത്രയാണ് ഇത് പവർ കൊടുക്കാനുള്ളതാണ് 0 1 2 അപ്പൊ ആദ്യം എന്താ കൊടുക്കേണ്ടത് 8 into ആദ്യത്തെ ഡിജിറ്റ് പ്ലേസ് ഈ ഒരു പ്ലേസിലുള്ള ഡിജിറ്റ് എടുത്തു 8 into 60 to the power 0 അടുത്ത ഡിജിറ്റ് എത്രയാണ് D ആണ് D പറഞ്ഞ എത്രയാണ് D പറഞ്ഞാൽ നമുക്കറിയാം 10 11 12 30 T പറഞ്ഞാൽ 13 ആണ് അപ്പൊ അടുത്ത എന്താ കൊടുക്കുന്നത് ഡിജിറ്റ് 13 കൊടുത്തു 13 into 16 to the power 1 അടുത്ത എത്ര കൊടുക്കേണ്ടത് അടുത്ത ഡിജിറ്റ് 1 കൊടുത്തു 1 into 16 to the power 2 ഇനി ഇത് മൂന്നും കൂടി ആഡ് ചെയ്ത് നമുക്ക് അടുത്ത ആൻസർ കിട്ടും ഇത് നമ്മളെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 8 എന്ന് കിട്ടും 8 13 into 16 മൾട്ടിപ്ലൈ ചെയ്താൽ 200 എത്ര കിട്ടുക 208 കിട്ടും അടുത്തത് 16 സ്ക്വയർ 256 ഇത് മൂന്നും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക്
472 എന്ന് കിട്ടും. ഇതാണ് അതിന്റെ ഡെസിമൽ വാല്യൂ. ആക്ച്വലി ഹെക്സാഡെസിമലിൽ 15 വരെയുള്ള വാല്യൂ യൂസ് ചെയ്യും. 0 to 9 വരെ നമ്മൾ ഈ ഡിജിറ്റ് ആണ് യൂസ് ചെയ്യുക. 0, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 9 വരെ യൂസ് ചെയ്യും. അതിനുശേഷം നമ്മൾ ABCDEF ആണ് 15 വരെ യൂസ് ചെയ്യുക. അതായത് A10 കറസ്പോണ്ട് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുക. B11 കറസ്പോണ്ട് ചെയ്തിട്ട് യൂസ് ചെയ്യും. C12, D13, E14, F15 വരെ യൂസ് ചെയ്യും. അങ്ങനെയാണ് ഹെക്സാഡെസിമലിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. ഇത്രയാണ് നമുക്കൊരു ബേസിക് ആയിട്ട് നമ്പർ സിസ്റ്റത്തിൽ പഠിക്കാനുള്ളത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.